ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 3-4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോ എടുക്കാനുള്ള ചമ്മൽ കൊണ്ട് തന്നെയാണ് വീഡിയോ ഇടാതിരുന്നത്. പബ്ലിക്കായിട്ടൊക്കെ പോയിട്ട് നിന്ന് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കും. ആ ഒരു ഇതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. ഇപ്പം എന്തായാലും അതൊക്കെ മാറ്റി വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഞാനുള്ളത് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ കുറേ ഒരു 5-6 മാസമായി വന്നിട്ട്. ഞാനിപ്പം ഒരു മൂവിക്ക് പോവാണ്. ഞാനും ചേട്ടയും കൂടെയാണ് പോകുന്നത്. അപ്പം സുരാജ് വെഞ്ഞാറമൂടിൻ്റെ എക്സ്ട്രാ ഡീസൻ്റ് കാണാനാണ് കേട്ടോ പോകുന്നത്. സിനിമ കാണാൻ പോകുന്ന വിശേഷം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പുറത്തോട്ട് ഇറങ്ങിയപ്പം നല്ല വെയിൽ, എന്നാൽ ചൂടില്ല. വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തണുപ്പുമാണ്, വെയിലും അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ താഴോട്ടിറങ്ങി ചെല്ലുകയാണ്. കാർ വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാറിലോട്ട് കയറി. ചേട്ടയുടെ ഫ്രണ്ടാട്ടോ കാറ് കൊണ്ടുവന്നത്. പുള്ളി ഇവിടെ ടാക്സി ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന ആഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. സ്പീഡിനായിരിക്കും കാണിക്കുക, കാര്യം ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ സ്പീഡിനൊന്ന് കാണിച്ചു പോകും. അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 4 മണിക്കാണ് ഷോ. നമ്മൾ നേരത്തെ 3 മണിയായപ്പോൾ എത്തി. അപ്പോൾ വിചാരിച്ചു അവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന്. ഒയാസിസ് മാളാണ് കേട്ടോ ഇത്. അപ്പം ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീ എന്തായാലും ഉണ്ടായിരിക്കും എല്ലാ മാളുകളിലും. അങ്ങനെ ഒരുപാട് ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടു. പിന്നെ അവിടെ കണ്ട ഷൂവും ഡ്രസ്സും ഒക്കെ നോക്കാനായിട്ട് ഇങ്ങനെ ചുമ്മാ നടന്നു. കാര്യം ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ പർച്ചേസിങ് അല്ല, ചുമ്മാ നോക്കാനായിട്ട് കയറിയതായിരുന്നു. ഈ ഷൂസ് എന്ന് പറയുന്നത് ക്യാപ്പ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡഡ് ഷൂ ആണ് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ ഈ ക്രിസ്മസ് ഓഫറിന് ഇപ്പോൾ ഇട്ടേക്കുക, എങ്കിലും റേറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ചുമ്മാ ഷൂ ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ഇങ്ങനെ ഓരോന്ന് നോക്കിയിടുന്നപ്പോഴാണ് ഈ ഒരു ഫ്രോക്ക് എൻ്റെ കണ്ണിൽപ്പെട്ടത്. എന്ത് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നറിയോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ തന്നെ അങ്ങ് സ്റ്റക്കായി നിന്നു. അപ്പോഴാണ് അതിൻ്റെ തന്നെ വേറെ കുറേ വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി അവിടെ ഇങ്ങനെ നിന്നു.
തിയേറ്ററിലേക്ക് പോകാനായിട്ട് 3:45 നമ്മളവിടെ നിന്ന് ഇറങ്ങി മുകളിലാണ് തിയേറ്റർ. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇതാ ഇവിടെ ട്രൈപോഡും സെൽഫി സ്റ്റിക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഫോണാണെങ്കിൽ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് പറയുന്നത് എനിക്കൊരു ട്രൈപോഡ് വാങ്ങണം. അപ്പം എങ്ങും കണ്ടില്ല. അപ്പോൾ ഇന്നങ്ങ് പോയപ്പോഴേക്കും വാങ്ങാമെന്ന് കരുതി. അങ്ങനെ അത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങി നടന്ന് ഇങ്ങനെ 4 മണിയായി. സിനിമ സ്റ്റാർട്ട് ചെയ്യാറായി. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ അവർ തിയേറ്റർ നമ്പർ 7 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഇത് തന്നെയാണോ? കാര്യം മുറ്റ മനുഷ്യരില്ല അകത്ത്, ആരും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ നമ്മൾ തിയേറ്റർ നമ്പർ 7 നോക്കി നടക്കുകയാണ്. അങ്ങനെ തിയേറ്ററൊക്കെ കണ്ടുപിടിച്ചു. നമ്മളകത്തോട്ട് കയറി നോക്കിയപ്പം ആരുമില്ല കേട്ടോ. ഞാനും ചേട്ടയും ഒരു ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒറ്റ മനുഷ്യർ കാണാനില്ലായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് സിനിമ കണ്ടു. തിയേറ്റർ സൂപ്പറായിരുന്നു കേട്ടോ. നല്ലൊരു തിയേറ്ററായിരുന്നു. നമുക്ക് ഏറ്റവും ബാക്ക് സീറ്റായിരുന്നു. ലൈറ്റിങ്ങും കാര്യങ്ങളും സ്ക്രീനും എല്ലാം സൂപ്പറായിരുന്നു. അങ്ങനെ പടം കണ്ടിറങ്ങി. വളരെ വലിയ വിഷമത്തോടെയാണ് ഇരിക്കുന്നത്. എന്ത് പറയണമെന്നറിയത്തില്ല. ടോക്സിക് പാരൻറ്റിങ്ങിനെ കുറിച്ചായിരുന്നു സംഭവം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞങ്ങളുടെ അഭിപ്രായമാണ് കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടുന്നവർ കാണും. പടമൊക്കെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പടം കണ്ടിട്ട് ഫ്ലോപ്പ് ആയതുകൊണ്ട് രണ്ടാമതൊരു പടത്തിനോട് കയറാൻ നിർത്തി. അത് റൈഫിൾ ക്ലബ്ബായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ളൊരു വെജ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. ബിരിയാണിയും ഒരു ഡിലൈറ്റ് പിസയും മേടിച്ചു. നല്ല ചൂടായിരുന്നു പിസ. കഴിക്കാൻ പോലും പറ്റാത്ത ചൂടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അടുത്ത ഷോ തുടങ്ങുന്നത് 6 മണിക്കായിരുന്നു. 6 മണിക്കല്ല, 7 മണിക്കായിരുന്നു. അപ്പം ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് കയറണം. 6:45. ആ ഒരു സമയത്ത് ചൂട് വരെ നോക്കാതെ പെട്ടെന്ന് കഴിച്ച് തീർത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് തിയേറ്ററൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറിയപ്പം അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സിനിമ കണ്ടിട്ട് വരാം. റൈഫിൾ ക്ലബ്ബ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സിനിമയായിരുന്നു. ചിരിക്കാനുണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല രസമായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കാത്തിക്കുക കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ കയറി ഇനി നമ്മൾ റൂമിലോട്ട് പോവാണ്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്കിനി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. കുറച്ച് നല്ല ദൂരമുണ്ട് നടക്കാൻ. നടന്ന് വേണം റൂമിലോട്ട് പോകാൻ. പിന്നെ ഇവിടെ നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ
അതിനുള്ള നല്ല തിരക്കുമുണ്ട്. വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഭയങ്കര കാറ്റാണ്. രാത്രിയാകുമ്പോൾ ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമാണ്. ഇപ്പോഴത്തെ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ട് വരുന്നത്. 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ടെമ്പറേച്ചർ. കാനഡയിലൊക്കെ അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ലോക കാര്യങ്ങൾ സംസാരിച്ച് പതിയെ ഇങ്ങനെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി സമയങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും പുറത്ത് ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.